കല്യാണപ്പല്ലക്ക്. ഇത് ഗംഗ ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ? പെട്ടെന്ന് മഹേഷിനെ അവിടെ കണ്ടതും ബാല ചോദിച്ചു. അതെ, അവരെന്താ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിനു മറുപടിയായി നിധിയും ചോദിച്ചതോടെ കായ് ഊഞ്ഞാലിൽ എണീറ്റു. 2-3 കഷ്ണം മാങ്ങ കഴിച്ചതിന്റെ അവശേഷിപ്പായി കയ്യിൽ കുറിച്ച് എണ്ണയും മുളകും ഒക്കെ പറ്റിപ്പിടിച്ചിരുന്നു. ആ കൈ അവൾ പിന്നിലേക്ക് ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ട് അവരെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും കാറിൽ നിന്ന് മഹേഷിന്റെ അമ്മയും അച്ഛനും പെങ്ങളും ഭർത്താവും ഒക്കെ ഇറങ്ങി. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നോലെ ഗായു ചേട്ടാന്ന് വിളിച്ച് മഹേഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എങ്ങനെയുണ്ട്? കൈവേദനയൊക്കെ കുറവുണ്ടോ? ചെറിയ വേദനയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. വേദന കൂടിയാൽ കഴിക്കാൻ മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു. അപ്പോഴേക്കും തന്നെ മഹേഷിന്റെ അമ്മയും പെങ്ങളും അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ഇന്ന് രാവിലെ കൂടി കണ്ടിട്ട് പോയ കുട്ടിയാ, ദാ ഇപ്പൊ കൈയും ഒടിഞ്ഞു നിൽക്കുന്നു. മഹേഷിന്റെ അമ്മയ്ക്ക് അവളുടെ ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ചിരിയും വന്നു. കാരണം അവളുടെ ചുണ്ടിന്റെ കോണിൽ പറ്റിയ മുളകിന്റെ അംശങ്ങൾ അവളെന്തോ കഴിക്കുവാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും തന്നെ ഉമ്മറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ശ്യാമളയും വേണുമാഷും ജയന്തിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ മഹേഷിനെയും കുടുംബത്തെ അവിടെ കണ്ടതോടെ അവർ മൂവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. മഹേഷ് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിഞ്ഞത്. മഹേഷിന്റെ അമ്മ വേണുമാഷോടായി പറഞ്ഞു, കുട്ടിയൊന്ന് വീണതാ, നീ എല്ലാവരും അകത്തേക്ക് വരൂ. വേണുമാഷ് അവരെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കൊപ്പം ഗായത്രിയും അകത്തേക്ക് കയറി. പിന്നാലെ വന്ന നിധി അവൾ കണ്ണു കാണിച്ചു. പച്ചമാങ്ങയുടെ പ്ലേറ്റ് അടിച്ച് മാവിന്റെ ചുവട്ടിൽ തന്നെ സുരക്ഷിതമായി വെച്ചിരിക്കാനാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അവരോട് എല്ലാവരോടുമായി പറഞ്ഞു. ശ്യാമള അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മഹേഷിന്റെ അമ്മ വന്നിട്ട് ശ്യാമളയുടെ കൈക്ക് പിടിച്ചു. ഇവിടെ നിൽക്ക് ശ്യാമളെ, ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇതാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ഇവൻ പറയുന്നേ, ഇന്ന് ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ട് നിങ്ങളെ വഴിക്ക് വെച്ച് കണ്ടുവന്ന്. പിന്നെ കരുതി ഇവിടെ വരെ വന്നിട്ട് പോകാന്ന്. എന്നാലും പെട്ടെന്ന് എന്തു പറ്റി? ഇവിടെ എവിടെയെങ്കിലും തെന്നി വീണതോ മറ്റോ ആണോ? മഹേഷിന്റെ അമ്മ ചോദിച്ചപ്പോൾ മഹേഷ് വാപത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. ഗായത്രിയാണെങ്കിൽ ശ്യാമളയുടെ സാരിത്തുമ്പിന്റെ മറവിൽ നിൽക്കുകയാണ്. ശ്യാമളയുടെ സ്വഭാവം വെച്ച് എല്ലാം പറഞ്ഞു കളയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതൊന്നും പറയണ്ട എൻ്റെ ചേച്ചിയെ, ഈ കുട്ടിക്ക് ഒരിടത്തിരുന്നാൽ ഇരിപ്പുറക്കില്ല. അമ്മേ, ശ്യാമള പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഗായു പിന്നിൽ നിന്ന് ചിണുങ്ങി. അവളുടെ ആ നിൽപ്പും ചിണുങ്ങലും എല്ലാം കാണിക്കെ ജയന്തിക്കും ചെറുതായി ചിരി വരുന്നുണ്ട്. ഗായത്രി ചമ്മിയ മുഖത്തോടെ മഹേഷിനെ നോക്കി. നടന്ന കാര്യങ്ങളെല്ലാം അവനറിയാലോ. ഒന്നും പറയണ്ട, ദാ ഈ കുട്ടിക്കൂട്ടങ്ങൾ ഇന്ന് പോയി ജയന്തിയുടെ പറമ്പിന്റെ അതിരിൽ ഒരു പുളിമാവുണ്ട്. മാവ് നട്ടിട്ട് കൊല്ലം കുറിച്ചായി. ഇത്ര നാളും കായ്ക്കാതിരുന്ന അതൊന്ന് കായ്ച്ചു. പുളിമാങ്ങ തിന്നാനായിട്ടേ ആ മാവിന്റെ മുകളിൽ വലിഞ്ഞു കയറി. പെട്ടെന്ന് ശ്യാമള പറഞ്ഞതും മഹേഷിന്റെ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. അന്ന് ചുരിദാറൊക്കെയിട്ട് ഷാളൊക്കെ വിടർത്തിയിട്ട് നിന്ന കുട്ടിക്ക് ഇങ്ങനൊരു വികൃതി കുട്ടിയായിരുന്നു എന്ന് ആരും കരുതിയില്ല. കുട്ടി മരത്തിലൊക്കെ കയറുവോ? മഹിമ വലിയ ആവേശത്തോടെ അവളോട് ചോദിച്ചു. ശ്യാമള ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ഗായത്രി മെല്ലെ അവരുടെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നു. ഇവിടെ വന്നിരിക്ക്. മഹിമ അവൾക്കടുത്തായി ഒഴിഞ്ഞുകിടന്ന സ്ഥലത്തേക്ക് ഗായത്രി ഇരിക്കാൻ ക്ഷണിച്ചു. ഗായത്രി ശ്യാമളയുടെ മുഖത്തേക്ക് നോക്കി. ഇതെന്തിനാ ഇപ്പൊ എന്നെ നോക്കുന്നേ? നിനക്ക് പോയി അവിടെ ഇരുന്നൂടെ? ശ്യാമള കളിയായി പറഞ്ഞു ഗായത്രിയോട്. അതും കൂടി കേട്ടതോടെ ഗായു ഒരു ചിരിയോടെ മഹിമയ്ക്കരികിലേക്ക് ചെന്ന് ഇരുന്നു കഴിഞ്ഞിരുന്നു. മരത്തിലൊക്കെ കയറാൻ എങ്ങനെ പഠിച്ചത്? പണ്ട് മുതലേ കയറൂ? മഹിമ വലിയ കൗതുകത്തോടെ അരികിലിരിക്കുന്ന ഗായുവിനോട് ചോദിക്കുകയാണ്. പക്ഷേ മറുപടി പറഞ്ഞത് ശ്യാമളയായിരുന്നു. ഒന്നും പറയണ്ട മോളെ, വളരെ കുഞ്ഞിലേ തൊട്ട് ഈ മുറ്റത്തെ മാവി കയറാൻ എന്നും അങ്ങ് ശ്രമമാ. മാഷാണെങ്കിൽ വിലക്കുന്നതിന് പകരം പ്രോത്സാഹനം കൂടി നൽകി നിൽക്കും. അങ്ങനെ കുഞ്ഞിലേ കയറി ഇപ്പൊ വലുതായപ്പോഴും പെണ്ണും മരങ്കേറ്റം നിർത്തിയിട്ടില്ല. ഈ പറമ്പിലുള്ള ഒട്ടുമുക്കാൽ മരങ്ങളിൽ ഇവൾ കയറും. ചില സമയത്ത് എനിക്കൊരു സഹായം, മീൻകറിയിലിടാൻ വല്ല മാങ്ങയോ പുളിയോ ഒക്കെ വേണ്ട നേരത്ത് ഇവളോടൊന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കയറി സാധനം പൊട്ടിച്ച് കയ്യിൽ കൊണ്ട് തന്നിരിക്കും.
ശ്യാമളയുടെ വർത്താനം കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. മഹേഷ് വാ പൊത്തി ചിരിച്ചുകൊണ്ടിരുന്നു. കുറുമ്പി പെണ്ണാണ്, അവൻ മനസ്സിലോർത്തു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഗംഗ താഴേക്ക് ഇറങ്ങി വരാതായതോടെ മഹേഷിന്റെ അമ്മ ശ്യാമളയോട് അതേപ്പറ്റി ചോദിച്ചു. എവിടെ ഗംഗ? കണ്ടില്ലല്ലോ ഇതുവരെ. പെട്ടെന്ന് മഹേഷിന്റെ അമ്മ ചോദിച്ചപ്പോൾ ശ്യാമളയും അതേപ്പറ്റി ഓർത്തു. പിന്നെ മുഖത്തെ പരിങ്ങിൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മൂളിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വന്നത് അറിഞ്ഞില്ല. ബാലേ, മോളൊന്ന് പോയി ഗംഗേച്ചിയെ വിളിച്ചോണ്ട് വരുമോ? ഇപ്പൊ വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് ബാല മുകളിലേക്ക് പോയി. ആ സമയം ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗംഗ. ശ്രീബാല മുറിയിലേക്ക് വന്ന കാര്യമൊന്നും അവൾ ഇതുവരെയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാല അവൾക്ക് അടുത്തിയെന്നു. അവളെ തൊട്ട് വിളിപ്പിച്ചപ്പോഴാണ് അടുത്തൊരാളനക്കം പോലും ഗംഗയ്ക്ക് മനസ്സിലായത്. എന്താടി? ഗംഗ ചോദിച്ചു. അതെ, ഇന്ന് രാവിലെ വന്ന ഏട്ടനൊക്കെ ഇല്ലേ, മഹേഷ് ഏട്ടനും ഫാമിലിയും, അവർ വന്നിട്ടുണ്ട് താഴെ, ബാല ഗംഗയോട് പറഞ്ഞു. ഗംഗയുടെ നെറ്റി ചുളിഞ്ഞു. അവരെന്തിനാ ഇപ്പൊ പിന്നെയും വന്നത്? രാവിലെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. ഗംഗ അമർഷത്തോട് ചോദിച്ചു. അത് പിന്നെ ഗായു വീണ് കൈയൊടിഞ്ഞില്ലേ, അപ്പൊ കാണാൻ വേണ്ടിയിട്ട്. ഓ, ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഓടിപ്പിടിച്ചു വരേണ്ട കാര്യമുണ്ടോ? ഗംഗ ചേച്ചി താഴെ അന്വേഷിക്കുന്നുണ്ട് ആ ചേട്ടന്റെ അമ്മ. നാശം, രാവിലെ തന്നെ ഒരു വിധത്തിൽ ഒരുങ്ങിക്കെട്ടിപ്പോയി നിന്നെ, ഇനി പിന്നെയും പോണോ? അവൾ ആരോടെന്നല്ലാതെ പറഞ്ഞു. അത് മാത്രമല്ല, വീണ് കൈയൊടിഞ്ഞത് അവളല്ലേ, കാണുന്നത് അതിന് എന്നെ എന്തിനാണ്? ഗംഗ ദേഷ്യം തീരാതെ പിന്നെയും പറഞ്ഞു. എന്നുകൊണ്ടോ ബാലയ്ക്ക് ഗംഗയുടെ ആ സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കൂടുതലൊന്നും പറയാനും ചോദിക്കാനും നിൽക്കാണ്ട് ബാല നേരെ താഴേക്ക് പോയി. ശ്രീബാല ഇറങ്ങി വരുന്ന സമയം തന്നെ എല്ലാവരുടെയും മിഴികൾ പടികളിലേക്ക് പതിഞ്ഞെങ്കിലും അവൾക്കൊപ്പം ഗംഗ ഉണ്ടായിരുന്നില്ല. ഗംഗ എവിടെ? ബാല തനിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശ്യാമള അവളോടായി ചോദിച്ചു. ഗംഗേച്ചി മുകളിലുണ്ട്, ഇപ്പൊ വരും. അതും പറഞ്ഞുകൊണ്ട് ശ്രീബാല നിധിക്കരികിലേക്ക് നീങ്ങി നിന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഗംഗയെ കാണാതായതോടെ ശ്യാമളയുടെ മിഴികൾ അക്ഷമയോടെ മുകളിലെ പടിക്കെട്ടിലേക്ക് നീണ്ടു. അത്ര നേരവും പുഞ്ചിരിയോടെ ഇരുന്ന വേണുമാഷിന്റെ മുഖത്തും ഒരു കല്ലിച്ച ഭാവം. ആളുകൾ വന്നിരിക്കുന്നത് കൊണ്ട് വീണ്ടും പോയി വിളിക്കാനും കഴിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവർ രണ്ടുപേരും. അതേസമയം ഗായത്രിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മഹിമയോടും മഹിയുടെ അമ്മയോടും എന്തൊക്കെയോ കലിപില വർത്താനം പറയുന്നുണ്ട്. ഏറെ സമയം കഴിഞ്ഞപ്പോഴാണ് മഹിമയെ ശ്രദ്ധിച്ചത്. ഗായത്രിയുടെ ചുണ്ടിനരികിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുളകുപൊടിയുടെ അംശം. ഗായു എന്തെങ്കിലും കഴിക്കുമായിരുന്നു. മഹിമ ആരും കേൾക്കാതെ ഗായത്രിയോടെ ചോദിച്ചു. ഞാൻ മരത്തിന്ന് വീഴുന്നതിന് മുമ്പ് മാവിൽ കയറി കുറിച്ച് മാങ്ങ പറിച്ചു. ഞങ്ങൾ അതെല്ലാം കൂടി ഉപ്പും മുളകും കഴിക്കുമായിരുന്നു. നിങ്ങൾ അപ്പോഴാ വന്നേ. മഹിമയെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ചേച്ചിക്ക് വേണോ? അവിടെ മാവിന്റെ ചൂട്ടിലിരിപ്പുണ്ട്. പതിയെ മഹിമയുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു ഗായത്രി. തല കുലുക്കിക്കൊണ്ട് അവൾക്കൊപ്പം മഹിമയും എഴുന്നേറ്റു. ഗായത്രി മഹിമയുടെ കയ്യും പിടിച്ച് മുറ്റത്തേക്ക് നടക്കാൻ നേരം ശ്യാമള പിന്നിൽ നിന്ന് വിളിച്ചു. ഗായു, നീ എവിടേക്കാ പോന്നേ? ഞാൻ ഈ ചേച്ചിക്ക് നമ്മുടെ ചെടിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാം. മഹിമയെ നോക്കി ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് ശ്യാമളയോടായി പറഞ്ഞു ഗായത്രി. ഗായത്രിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന മഹേഷ് അതെല്ലാം കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. മഹിമയ്ക്കൊപ്പം മുൻപോട്ട് നടക്കുമ്പോൾ ഗായത്രി നിധിയോടും ബാലയോടും ഉമ്മറത്തേക്ക് വരാൻ കണ്ണു കാണിച്ചു. അവർ 4 പേരും കൂടി മുറ്റത്തെ മൂവാണ്ടൻ മാവിന്റെ ചുവട്ടിലേക്ക് പോയത്. മാവിന്റെ ചുവട്ടിൽ ആരും കാണാതെ പ്ലേറ്റ് വെച്ചടച്ച് ഭദ്രമാക്കിയിരുന്ന പാത്രമെടുത്ത് മഹിമയ്ക്ക് നേരെ ഗായത്രി നീട്ടി. മഹേഷിന്റെ ചേച്ചിയാണ് മഹിമയെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ആ കൂട്ടുകെട്ടിൽ അവൾക്കങ്ങ് ഇഷ്ടായി. അവർ 4 പേരുടെയും പോക്ക് അത്ര പന്തിയല്ലോ എന്ന് കണ്ട് മഹേഷും പതിയെ അവർ പോയതിന് പിന്നാലെ തന്നെ എഴുന്നേറ്റു. എന്നിട്ട് മുറ്റത്തേക്ക് നടന്നു. പെട്ടെന്ന് മഹേഷിനെ കണ്ടതും കയ്യിലെ പാത്രം പിന്നിലേക്ക് ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ട് ഗായത്രി ചിരിച്ചു. എന്താണ് ഗായത്രി, എന്തോ കള്ളത്തരമുണ്ടല്ലോ. പെട്ടെന്ന് മഹേഷിന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. അവന് കൊടുക്ക്, ഇഷ്ടാകൂ ഇതൊക്കെ. വിരൽത്തുമ്പി പറ്റിയിരുന്ന എരിവ് വലിച്ച് മഹിമ പറഞ്ഞു. മഹേഷ് കാര്യം മനസ്സിലാകാതെ കയ്യും കെട്ടി അവർ 4 പേരെയും നോക്കി. അപ്പോഴാണ് ഗായു പതിയെ പിന്നിലേക്ക് പിടിച്ച പാത്രം മഹേഷിന് നേർക്ക് നീട്ടിയത്. അവൻ ചിരിയോടെ അതിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് വായിലേക്ക് ഇട്ടു.
അപ്പോഴായിരുന്നു അകത്തു നിന്നും ശ്യാമള അവരെ എല്ലാം വിളിച്ചത്. പഴയതുപോലെ പാത്രം അടിച്ച് മാവിൻ ചൂട്ടിലേക്ക് വെച്ചുകൊണ്ട് അവർ 5 പേരും അകത്തേക്ക് കയറി. അപ്പോഴേക്കും ഗംഗയും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. താല്പര്യമില്ലാതെയാണ് അവളുടെ നിൽപ്പ്. അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. മഹേഷിന്റെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങളൊക്കെ തോന്നിയെങ്കിലും അവൻ ചിരിയോടെ തന്നെ ഗംഗയോട് സംസാരിച്ചിരുന്നു. അവൻ ചോദിക്കുന്നതിനെല്ലാം അവൾ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ നിന്നു. പിന്നെ അധികം താമസിയാതെ മഹേഷും കുടുംബവും പോകാനിറങ്ങി. ആ മൂത്ത പെണ്ണിന് എന്ത് ജാടയാ! വർത്താനമൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തെങ്കിലും ചോദിച്ചാ മുക്കിയും മൂളിയും 2 വരി പറയും, അല്ലെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. മുഖവും കയറ്റിപ്പിടിച്ചൊരു നിൽപ്പാ. തിരികെ വീട്ടിലേക്ക് പോകും വഴി കാറിലിരുന്നു കൊണ്ട് മഹേഷിന്റെ അമ്മയാണത് പറഞ്ഞത്. അത് ശരി, അത് ശരിവെക്കും പോലെ മഹിമി ഒന്നു മൂളി. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയല്ലേ? ഗംഗയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ നമ്മളോടൊക്കെ. നമ്മളവിടെ ചെന്നിട്ട് എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടല്ലേ ആ കുട്ടി ഒന്ന് ഇറങ്ങി വന്നതുപോലും. അമ്മയും ചേച്ചിയും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുന്നുണ്ടെങ്കിലും മഹേഷ് പ്രത്യേകിച്ചൊന്നും പറയാൻ നിന്നില്ല. അവനും തോന്നിയത് അതേ കാര്യം തന്നെയാണ്. അതേസമയം ഇളയ കുട്ടി ഗായത്രി, എന്ത് സ്നേഹ അതിന് നമ്മളോട്. നെല്ലിക്കച്ചാക്കിന്റെ കുത്തഴിച്ചു വിട്ട പോലെ സംസാരം. എന്തെങ്കിലുമൊക്കെ കലവില പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല രസാമേ. അവളുടെ കൂടി ഇരുന്നാലേ സമയം പോണ അറിയില്ല. മഹിമ ഒരു ആവേശത്തോടെ പറഞ്ഞപ്പോൾ മഹേഷ് ചിരിയോടെ അത് കേട്ടു. എന്തുകൊണ്ടാണ് തൻ്റെ അതിരങ്ങളിൽ ആ നിമിഷം ഒരു ചിരി വിടർന്നതെന്ന് അവനും ചിന്തിച്ചില്ല. ഒന്നുകൂടി ആലോചിക്കണോ മഹേഷേ ഗംഗയുടെ കാര്യം? നമ്മളെല്ലാവരോടും സഹകരിക്കുകയും വർത്താനം പറയുകയും ചെയ്യുന്ന ആളുകളല്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു കുട്ടി. ഗീതയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മാധവനും മഹിമയും. പക്ഷെ അവർ ഇരുവരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മഹേഷ് പറയട്ടെ, അവൻ്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ. മഹിമയുടെ മനസ്സിൽ അതായിരുന്നു. അത് കുഴപ്പമില്ലമ്മേ. ചിലപ്പോൾ നമ്മളിന്നും ആ കുട്ടിക്ക് വലിയ പരിചയമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. വേണുമാഷിനോട് ഇനി വാക്കുമാറ്റി പറയാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല. ഉറപ്പോടെ മഹേഷ് പറഞ്ഞു നിർത്തി. പിന്നീട് കാര്യത്തെപ്പറ്റി അവരിരുവരും ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ദിവസങ്ങൾ ഓരോന്നും ഓടിമറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഗായത്രിയുടെ 3ാം സെമിസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞു. ഇനി ഒരു സെമിസ്റ്റർ കൂടി കഴിഞ്ഞ് അവൾക്ക് PG കോഴ്സ് പൂർത്തിയാക്കാം. മഹേഷൊക്കെ പെണ്ണ് കണ്ടുപോയിട്ടിപ്പോൾ ഏകദേശം 2 മാസത്തോളം ആയിരിക്കുന്നു. വേണുമാഷ് ഒരു ആലോചനയോടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്കടുത്തേക്ക് ശ്യാമള വന്നു. എന്താണ് മാഷ്ക്ക് ഒരു ആലോചന? കുട്ടികളുടെ വിവാഹത്തിന് നേരെ കുറിപ്പടി എടുക്കണ്ടേ? പിന്നെ വേണ്ടേ? മാധവൻ പറയുന്നത് അവർക്ക് പരിചയത്തിൽ നല്ലൊരു പോറ്റിയുണ്ടെന്ന്. അയാളുടെ അടുത്ത് പോയി നേരെ കുറിപ്പടി എടുത്ത് വെക്കാന്നാണ്. അവർ കല്യാണം വിളിച്ച് തുടങ്ങണമല്ലോ. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ളതല്ലേ. ഒന്നോർത്ത് അത് തന്നെയാ മാഷേ നല്ലത്. മുന്നേ കൂട്ടി കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു വെക്കാമല്ലോ. ശ്യാമളയും പറഞ്ഞതോടെ വേണുമാഷൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ശേഷം ഫോണെടുത്ത് മാധവനെ വിളിച്ചു. മാധവൻ വണ്ടിയുമായി വരാമെന്ന് പറഞ്ഞതോടെ അക്കാര്യത്തിനും ഒരു തീരുമാനമായി. പോറ്റയുടെ മുമ്പിൽ അക്ഷമയോടെ കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഇരുവരും. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഗ്രഹനില കൊടുത്തപ്പോൾ തന്നെ പോറ്റയുടെ മുഖത്തെ മാറ്റം വേണുമാഷ് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. ജാതകവശാല് ഇവർക്ക് രണ്ടാൾക്കൊപ്പം മാംഗല്യമൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ കെട്ട് നടത്തുന്നതാകും ഉത്തമം.